28 മാസത്തിനിടെ 5000 കിൻഡലോളം പന്നിമാംസം കുഴിച്ചുമൂടിയ കേരളം 10 വർഷത്തിനിടെ 2 മൃഗശാലകളിലെ ജീവികൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ചെലവാക്കിയത് 41.66 കോടി രൂപയാണ്. നിർധനരായ വയോധികർക്ക് ക്ഷേമ പെൻഷൻ 1600 രൂപ പോലും കൊടുക്കാൻ വകയില്ല എന്ന് പറയുന്ന സർക്കാരാണെന്ന് ഓർക്കണം. 2022 മെയ് 27-നും 2024 സെപ്റ്റംബർ 30-നും ഇടയിൽ സംസ്ഥാനത്ത് 4941 കാട്ടുപന്നികളെ കൊന്ന് വനം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിട്ടു എന്നാണ് സർക്കാരിന്റെ കണക്ക്. 2719 കാട്ടുപന്നികളെ വനം വകുപ്പും 2222 എണ്ണത്തെ പഞ്ചായത്തുകളും കൊന്നിട്ടുണ്ടെന്ന് 2024 ഒക്ടോബർ 9-ന് സർക്കാർ കേന്ദ്രത്തിലേക്ക് അയച്ച ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് റിഡക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാട്ടുപന്നി ശരാശരി 100 കിലോഗ്രാം എന്ന് കണക്കാക്കിയാൽ തന്നെ ഭക്ഷ്യയോഗ്യമായ 4941 കിൻഡൽ പന്നിമാംസമാണ് കുഴിച്ചിട്ടത്. കിലോഗ്രാമിന് ഒരു 300 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 14,82,30,000 രൂപ വില വരും. കുഴിച്ചിടാനുള്ള ചെലവും ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവും ജോലി സമയവും എല്ലാം ഇതിന് പുറമെ. ഇത്രമാത്രം മാംസം മനുഷ്യരെ കൊണ്ട് തീറ്റിക്കില്ലെന്ന് നിർബന്ധ ബുദ്ധിയുള്ള വനംവകുപ്പിന് മൃഗശാലകളിലെ ജീവികൾക്കെങ്കിലും ഭക്ഷണമാക്കിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ലാഭിക്കായിരുന്നു. വെറുതെ പറയുന്നതല്ല. സംസ്ഥാനത്ത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമുള്ള മൃഗശാലകളിലെ ജീവികളുടെ ഭക്ഷണ ചെലവ് സംബന്ധിച്ച് ഫാർമേഴ്സ് അവയർനെസ് റിവൈവ് മൂവ്മെന്റ് എന്ന സംഘടന വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകൾ ഈ സത്യം വെളിവാക്കുന്നുണ്ട്. ഫാം പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലാണ് കണക്കുകൾ ശേഖരിച്ചത്. 2014-15 മുതൽ 2024-25 വരെ 2 മൃഗശാലകളിലും കൂടി 41,66,85,792 രൂപയുടെ ഭക്ഷണമാണ് വാങ്ങിയത്. തൃശ്ശൂരിൽ 12,14,04,094 രൂപ ചെലവായപ്പം തിരുവനന്തപുരത്ത് 29,52,81,698 രൂപ. കണക്കുകൾ പ്രകാരം തൃശ്ശൂർ മൃഗശാലയിൽ കുരുവി അടക്കമുള്ള ഓരോ ജീവിക്കും വർഷം 33,565 രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ 27,729 രൂപ. സംസ്ഥാന സർക്കാർ ഒരാൾക്ക് ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത് മാസം 1600 രൂപ വെച്ച് വർഷത്തിൽ 19,000 രൂപയാണെന്ന് ഓർക്കണം. കൊന്നൊടുക്കുന്ന കാട്ടുപന്നികളെ മൃഗശാലകളിലെ ജീവികൾക്ക് ഭക്ഷണമാക്കി മാറ്റി അതിന്റെ വില വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉപയോഗപ്പെടുത്താമെന്ന സാധ്യത പോലും സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല.